ഇതൊക്കെ പോയിട്ട് പിന്നെ വന്നത് അവിടെ പോയി 3 കടല്. പള്ളിയറ തറവാടിനെ സംബന്ധിച്ച് ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു തറവാട് കാണാൻ വേണ്ടിയിട്ടാണ്. കണിയാമ്പറ്റയ്ക്കടുത്തുള്ള ഒരു കുറിച്യ തറവാട്. 200 വർഷങ്ങളോളം പഴക്കമുള്ള ഒരു തറവാടാണിത്. അവിടുത്തെ പള്ളിയറ രാമേട്ടൻ, കുമ്പാക്ക, ജാനകിയമ്മ ഇവരൊക്കെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അവരൊക്കെ നിങ്ങളൊക്കെ കൂടി പരിചയപ്പെടുത്തി തരുന്നതാണ്. ഈ തറവാടിനോടനുബന്ധിച്ച് തന്നെ ഒരു അമ്പലവും ഉണ്ട്. ഇതിൻ്റെയൊക്കെ വിഷ്വൽസാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. ഓക്കെ, പള്ളിയറ തറവാടിനെ സംബന്ധിച്ച് കണിയാമ്പറ്റ VET കോളേജിലെ പ്രിൻസിപ്പാളും കുട്ടികളും ഇന്നിവിടെ വരികയുണ്ടായി. വൃദ്ധസദനവും ചിൽഡ്രൻസ് ഹോമും ഒക്കെ സന്ദർശിച്ച ശേഷം പള്ളിയറ തറവാട്ടിലേക്ക് വന്ന് ഇവിടുത്തെ ചുറ്റുപാടുകളും നാലുകെട്ടും അതുപോലെ അമ്പലവും മറ്റ് അവരെ കാണുകയുണ്ടായി. അതോടൊപ്പം വളരെ സന്തോഷമായി. അമ്പും വില്ലും ഒക്കെ ഇവിടെ പണ്ട് തുടങ്ങി വെച്ച പാരമ്പര്യമായിട്ടുള്ള ഇന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ 1797 മുതൽ 1812 വരെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പട പൊരുതിയ ചരിത്രത്തിൽ തലക്കര ചന്തുവിൻ്റെ നേതൃത്വത്തിൽ വയനാട്ടിലെ കുറിച്ചപ്പടിയും കുറുമ വിഭാഗത്തിലെ ആൾക്കാരും മറ്റു നാട്ടുകാരൊക്കെ കൂടി നമ്മുടെ സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി പ്രയത്നിച്ച അവരിൽപ്പെട്ട വിഭാഗക്കാരാണ് ഇന്നും പള്ളിയറ തറവാട്ടിലെ കുറിച്യ വിഭാഗത്തിലെ കൂട്ടുകുടുംബ വ്യവസ്ഥ പാലിച്ച് ജീവിച്ച് വന്ന ഒരു വിഭാഗമാണ് ഞങ്ങൾ. അപ്പോൾ അത്തരത്തിൽ വലിയ സമരവും പോരാട്ടമൊക്കെ നടത്തിയ വീര്യങ്ങൾ ഇന്നിപ്പോൾ 108 തറവാടുണ്ടായിരുന്നത് 55 തറവാടായി കുറഞ്ഞു. അതിൽ 30 തറവാടുകൾ ബന്ധുകുലങ്ങളും 25 തറവാടുകൾ പന്തികുലങ്ങളുമായിട്ട് ഇങ്ങനെ കഴിയുന്നുണ്ട്. ഒന്നിച്ചൊന്നായി പ്രവർത്തിച്ച്, ഒന്നിച്ച് ആഹാരം വെച്ച്, ഒന്നിച്ച് ആദായമെടുത്ത്, ഒന്നിച്ച് ചിലവാക്കി എല്ലാ വിശ്വാസങ്ങളും ദൈവവിശ്വാസങ്ങളും പാരമ്പര്യങ്ങളും പാരമ്പര്യ കൃഷികളും പാരമ്പര്യ വിത്തുകളും മണ്ണിനോടിണങ്ങിയ പ്രകൃതിയോടിണങ്ങിയ രീതിയിൽ ദൈവങ്ങളെ പ്രാർത്ഥിച്ച് കൃഷികളും കാര്യങ്ങളും മറ്റടിയന്തരങ്ങളും ആണ്ടറികളും അതുപോലെ ഉത്സവങ്ങളും ഏതെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്നത്. ഈ തറവാടിൽപ്പെട്ട ആൾക്കാരെല്ലാം ഈ തറവാട്ടിൽ വരികയും അവരിവിടെ ഭഗവതിയെയും അല്ലെങ്കിൽ ഇവിടെയുള്ള ദേവീദേവന്മാരെയൊക്കെ പ്രാർത്ഥിച്ച് ഇതിനോട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഓരോ തറവാട്ടിലെയും അതേപോലെയുള്ള പാരമ്പര്യങ്ങളൊക്കെ ഉണ്ട്. അത് ആചരിച്ച് വരുന്ന വിഭാഗം ഞങ്ങളാണ്. ഒരു കുടുംബം എന്ന നിലയ്ക്കും സമാജം എന്ന നിലയ്ക്കും നമ്മുടെ രാഷ്ട്രം എന്ന നിലയ്ക്കൊക്കെ അങ്ങനെ ഒരു വലിയ ബന്ധം, അങ്ങനെ മാതൃകാപരമായ ജീവിതം നയിക്കുന്ന ഒരു വിഭാഗത്തിലാണ് ഞങ്ങളുടെ കുറിച്ച വിഭാഗങ്ങളൊക്കെ ചെയ്തിരുന്നത്. എന്നാൽ കാലം പുരോഗമിക്കുന്നതനുസരിച്ച് കൂട്ടുകുടുംബ വ്യവസ്ഥിതികൾക്ക് വ്യത്യാസം വന്നു. കാരണം സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ വേറെ താമസിക്കണം, സ്വന്തം റേഷൻ കാർഡ് വേണം, ഐഡൻറ്റിറ്റി കാർഡ് വേണം, ആധാർ കാർഡ് വേണം, ഇത്തരം കാര്യങ്ങളൊക്കെ വേണമെന്ന് വന്നതോടുകൂടി നമ്മളിവിടെ ഓരോ റൂമിനും നമ്പറിട്ട് അവർക്ക് റേഷൻ കാർഡൊക്കെ ഉണ്ടാക്കി ഇന്ന് ഈ തറവാട് പോലെയുള്ള പല തറവാടുകളും ഡിവൈഡ് ചെയ്ത് മക്കളും മരുമക്കളും തമ്മിൽ ചെറിയ പോരാട്ടങ്ങളും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊക്കെ ഇന്ന് തരണം ചെയ്യാനുള്ള സമിതികളൊക്കെ ഉള്ളത് കൊണ്ടും ഈ വിഭാഗത്തിൽ നമ്മൾ പള്ളിയറ തറവാട്ടിൽ തന്നെ 24ഓളം കുടുംബങ്ങൾ ഒന്നിച്ച് താമസിച്ചിരുന്നത്. ഓരോ വിഭാഗത്തിനും 1.5 ഏക്കർ തോട്ടവും കരസ്ഥലവും 1 ഏക്കർ വയലും ഒക്കെ ആയിട്ട് തിരിച്ചു കൊടുത്തപ്പോൾ അവിടെയൊക്കെ സർക്കാർ ആനുകൂല്യങ്ങൾ മുഖേന വീടുകളും കാര്യങ്ങളും ഒക്കെ ആയി. മറ്റ് മേഖലകളിലൊക്കെ നമുക്ക് ജനപ്രതിനിധികളുണ്ടായി. അതേപോലെ തന്നെ മറ്റു തരത്തിലുള്ള ജോലികൾ, ഉയർന്ന ജോലികൾ, ഡോക്ടറായി, എൻജിനീയറായി, മറ്റ് ടീച്ചറായി, ഇങ്ങനെ മറ്റ് ഇപ്പോൾ റെയിൽവേയിലെ ജോലി, മിക്കവാറും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നമ്മുടെ ആൾക്കാർ മെല്ലെ മെല്ലെ കയറിക്കൂടാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ പൊതുവെ കൃഷിയിലേക്ക് ഇങ്ങോട്ട് കുറച്ച് വൈമനസ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്.
പണ്ട് കാലങ്ങളിൽ ജീവൻ മുഴുവനും കൃഷിയിലായിരുന്നു, പ്രധാനപ്പെട്ട നെൽകൃഷിയിലായിരുന്നു. അതിൽ ജൈവ വൈവിധ്യമാർന്ന പാരമ്പര്യ വിത്തുകളായ വെളിയൻ, തൊണ്ടി, ചെന്നല്ല്, ചോമാല, ജീരകശാല, ഗന്ധകശാല ഇങ്ങനെയുള്ള അതിലെ സുഗന്ധവിളങ്ങളായ ഗന്ധകശാല, കയമ, ഉരുണിക്കയമ, മുള്ളൻ കയമയൊക്കെ അന്ന് നമ്മൾ നെയ്ച്ചോറ്, ബിരിയാണി, റൈസായിട്ട് ഉപയോഗിച്ചിരുന്നു. മറ്റ് ചെന്നല്ലൊക്കെ, ചെന്നല്ല്, നവര ഇതൊക്കെ മെഡിസിൻ, എന്താ പറയുക, ആയുർവേദത്തിന് വേണ്ടി, പ്രസവ സ്ത്രീകൾക്കൊക്കെ വേണ്ടി അത്തരം ഈ മെഡിസിൻ റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ഇതെല്ലാം ആലോചിച്ച് വിത്തുകളൊക്കെ പ്രത്യേകം സൂക്ഷിച്ച് കൃഷി ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇന്ന് മെഡിസിൻ റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ഇതെല്ലാം ആലോചിച്ച് വിത്തുകളൊക്കെ പ്രത്യേകം സൂക്ഷിച്ച് കൃഷി ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇന്ന് ഈ വക മേഖലകളൊക്കെ ഒന്നിക്കാൻ ഇങ്ങനെ അടിയന്തരങ്ങളും കല്യാണങ്ങളും അതുപോലെ ചാവടിയന്തരങ്ങളും പുലകുളി മറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും ഒന്നിച്ച് സഹകരിച്ച് തറവാടിന് വേണ്ട സഹകരണത്തോടു കൂടിയാണ് ഇന്ന് ജീവിച്ചു പോകുന്നത്. തറവാട് നോക്കാനുള്ള ചുമതല ചില ആൾക്കാരൊക്കെ പെടുത്തിയതിന് ശേഷം എല്ലാവരും മാറിയെങ്കിൽ പോലും തറവാടിൻ്റെ ദൈവസ്ഥാനങ്ങളിലൊക്കെ അവർക്ക് ബാധ്യത ഉള്ളത് കൊണ്ട് ഈ പരിപാടികളിലൊക്കെ അവർക്ക് വരാനും സഹകരിക്കാനും കൂട്ടമായി പ്രാർത്ഥിക്കാനും ഒക്കെ അവർ മുന്നോട്ട് വരുന്നുണ്ട്. അത് എല്ലാ കുടുംബങ്ങളും ഇന്നും ചെയ്തു വരുന്നുണ്ട്. അത് തുടർന്ന് നിലനിൽക്കണം, ഈ തറവാട് നിലനിൽക്കണം എന്നാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത്. ഇനിയും അതേപോലെ തുടരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പം നമ്മളൊക്കെ ഇന്ന് ലോകപ്രസിദ്ധമായ രീതിയിലേക്ക് ഉയരാനും വളരാനും സാമൂഹ്യ സേവനം ചെയ്യാനും അതുപോലെ പല ആൾക്കാർക്കും പല പ്രയോജനങ്ങൾ ലഭിക്കാനും ഇടയായ പല സാഹചര്യങ്ങളൊക്കെ ഇന്ന് നമ്മുടെ ജീവിതം കൊണ്ട് വലിയ ഭരണകർത്താവൊന്നോ അല്ലെങ്കിൽ ഭരണകക്ഷി അല്ലെങ്കിൽ പോലും നമുക്ക് സമാജ സേവ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിലൊക്കെയുള്ള ആരെയും ദ്രോഹിക്കാതെ സമാജ സേവ വളരെ സൗമ്യമായി ചെയ്തതുകൊണ്ട് ഇന്നും നമുക്ക് വളരെ സംതൃപ്തിയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വന്നാൽ ഇത്തരം കാര്യങ്ങളെല്ലാം കുട്ടികളെ മനസ്സിലാക്കാനും പഠിപ്പിക്കാനും അവരും ഭാവിയിൽ നമ്മുടെ കുടുംബത്തിനും സമാജത്തിനും രാഷ്ട്രത്തിനും ലോകത്തിനും ഒക്കെ മാതൃകാപരമായ സമാജ സേവ ചെയ്ത് ജീവിക്കാനുള്ള വ്യക്തി സ്വഭാവത്തിലും വ്യക്തി പ്രഭാവത്തിലും ഉയരാനുള്ള കാര്യങ്ങൾ അവരെ പഠിപ്പിക്കാനും ഉയരാനും വേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ പഠിപ്പിക്കുന്ന ആൾക്കാരും വളരെ ശുഷ്കാന്തി, അത് രക്ഷിതാക്കളും അതുപോലെ ടീച്ചർ, മാതാപിതാ, ഗുരു, ദൈവം എന്നൊക്കെ പറയുമ്പോൾ ആ രീതിയിൽ നമ്മൾ അവരെ അച്ചടക്കത്തോടു കൂടിയും നമ്മുടെ ബഹുമാനത്തോടു കൂടിയും കരുണയോടുകൂടിയും സ്നേഹത്തോടു കൂടിയും നല്ല നിലയ്ക്ക് വളർന്നുയർന്ന് സമാജത്തിന് സേവനം ചെയ്യണം എന്നുള്ള ഉപദേശമൊക്കെ അതിൻ്റെ അധ്യാപകരും മറ്റ് എല്ലാവരും കൂടി അവരെ നല്ല നിലയ്ക്ക് എത്തിക്കാൻ ശ്രമിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം.